നമസ്കാരം. ഇന്നത്തെ പാഠം വ്യക്തിഭാവങ്ങളെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയും. അതെങ്ങനെ വികസിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വ്യക്തിഭാവങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിത്വത്തിൻ്റെ ഘടനയാണ്. ഇപ്പം പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു, നമ്മളുടെ ജീവിതാനുഭവങ്ങൾക്കനുസരിച്ച് ശിശുക്കളായി ജനിക്കുന്നത് കൊണ്ട് ശിശുഭാവം, വളർച്ച പ്രാപിക്കുന്നതുകൊണ്ട് പക്വഭാവം, മാതാപിതാക്കന്മാരെ കണ്ടുപഠിച്ചതുകൊണ്ട് പിതൃഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തിഭാവം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കാനുള്ളത്, വ്യക്തിഭാവം ഒരാശയമല്ല. ആക്ച്വലി അതൊരു കൃത്യമായ വ്യക്തിയുടെ പെരുമാറ്റമാണ്. അതാണ് TA ശാസ്ത്രത്തിൽ എറിക് ബേൺ പ്രത്യേകമായിട്ട് പറയാൻ പരിശ്രമിക്കുന്നത്. അപ്പോൾ ശിശുഭാവം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ശിശുവല്ല. ഏത് വ്യക്തി ശിശുഭാവത്തിലാകുന്നോ ആ വ്യക്തിയുടെ ചെറുപ്പത്തിലെ പെരുമാറ്റം അതേപടി മുതിർന്ന ജീവിതത്തിൽ ആവർത്തിക്കുമ്പോഴാണ് ശിശുഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതൊരു വ്യക്തിയാണെന്ന് പറയുന്നത്. അതുപോലെ പക്വഭാവം അയാൾ പക്വത എത്തിയപ്പോൾ ഉള്ള പെരുമാറ്റമാണ്. അയാളുടെ പിതൃഭാവം എന്ന് പറഞ്ഞാൽ അയാളുടെ മാതാപിതാക്കന്മാരിൽ ആരെയെങ്കിലും ഒരാളെ പോലെ തന്നെ അയാൾ പെരുമാറുന്നതാണ്. വ്യക്തിഭാവങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പഠിക്കാം. ശിശുഭാവം എന്ന് പറയുന്നത് എല്ലാ ശൈശവ അനുഭവങ്ങളുടെയും കലവറയാണ്. എല്ലാം അവിടെയാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ശിശുഭാവത്തിലായിരിക്കുമ്പോൾ ഒരാൾ ശിശുവായിരുന്നപ്പോഴത്തെ പോലെ തന്നെ പെരുമാറുന്നു, വികാരപ്പെടുന്നു, അതേ വികാരങ്ങൾ അനുഭവിക്കുന്നു, അതേ ചിന്തകളിൽ കൂടെ കടന്നു പോകുന്നു. അതുപോലെ ഓരോ മനുഷ്യനിലുമുള്ള ശിശു എന്ന് പറയുന്നത് തനത് വ്യക്തിയുടെ സ്വഭാവങ്ങളാണ്. അതിൽ തനത് സ്വഭാവങ്ങൾ കാണിക്കുന്ന പ്രകടനത്തെ നമ്മൾ സ്വതന്ത്ര ശിശു എന്ന് വിളിക്കും. മാതാപിതാക്കന്മാരുടെ കീഴിൽ വളർന്നപ്പം പഠിച്ചതിനനുസരിച്ച് പെരുമാറാൻ പഠിച്ച ശിശുവിനെ നമ്മൾ നല്ല ഉള്ളയെന്നോ അനുസരണക്കുട്ടിയെന്നോ അല്ലെങ്കിൽ വഴക്കാളിക്കുട്ടിയെന്നോ പറയും. അനുസരിക്കാതിരിക്കുന്നവർ വഴക്കാളികളാണല്ലോ. ഇവിടെ നമുക്ക് പക്വഭാവം എന്താണെന്ന് നോക്കാം. പക്വഭാവം എന്ന് പറയുന്നത് ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും വിലയിരുത്താനും ചോദനകളോട് പ്രതികരിക്കാനും ഒക്കെ മുതിർന്ന തലച്ചോറ് വികസിച്ചപ്പം കിട്ടിയിട്ടുള്ള കഴിവുകളാണ് ഇവിടെ കാണിക്കപ്പെടുന്നത്. ഇത് തീരുമാനം എടുക്കാനുള്ള കഴിവ് ഈ പക്വഭാവത്തിൻ്റെയാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്താനുള്ള കഴിവ്, കാര്യകാരണങ്ങൾ വിചിന്തനം ചെയ്യാനുള്ള കഴിവ് പക്വഭാവത്തിൻ്റെയാണ്. ജനനശേഷം തലച്ചോറ് എങ്ങനെ വളർന്നു, ആരോഗ്യകരമായിട്ടിരിക്കുന്നു, അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ലയോ എന്നൊക്കെയുള്ള അനുസരിച്ചാണ് പക്വഭാവത്തിൻ്റെ കഴിവ് തീരുമാനിക്കപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്ക് പിതൃഭാവത്തെക്കുറിച്ച് പഠിക്കാം. പിതൃഭാവം എന്ന് പറയുന്നത് നമ്മൾ മാതാപിതാക്കന്മാരെ കണ്ടുപഠിച്ച് അവരിൽ നിന്ന് നമ്മളിലേക്ക് ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്ന സ്വഭാവങ്ങളാണ്. അത് വളർത്തിയ പിതൃസ്ഥാനീയരിൽ ആരാണോ നമ്മളുടെ മേൽ കൂടുതൽ പ്രഭാവം ഉണ്ടായിരുന്നത്, നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അവരെ പോലെ ആയിരിക്കും കൂടുതൽ സമയം നമ്മളിത് പ്രകടിപ്പിക്കുക. പല സമയത്ത് പലരെ പോലെ കാണിക്കുകയും ചെയ്യാം. അപ്പം അതിലെന്തൊക്കെയാണ് പ്രത്യേകമായിട്ടുള്ളതെന്ന് നോക്കാം. അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരെങ്ങനെ പെരുമാറുന്നു, അവരെങ്ങനെ വികാരപ്പെടുന്നു, അതെല്ലാം നമ്മൾ കണ്ടുപഠിച്ചിട്ടുണ്ടാവും. അതായത് അവർ നമ്മളിൽ കൂടെ ജീവിക്കുന്നത് പോലെയാണെന്ന് പറയാം. അതിൻ്റെ തനിയാവർത്തനമാണ്, അവരുടെ തനിയാവർത്തനമാണ് നമ്മൾ കാണിക്കുന്നത്. അവരുടെ വൈകാരിക അനുഭവങ്ങളും അവരാരെയാണോ അനുകരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളും അനുകരിച്ച് കാണിക്കും. ഈ പക്വഭാവം അതാത് സമയത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നതിന് പകരം പക്വമായ ഒരു മനുഷ്യൻ പിതൃഭാവത്തിൽ നിന്ന് പെരുമാറുമ്പോൾ പഴയ കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ കൂടെ പുറത്തു വരുന്നത്. ഇതിൽ പിതൃഭാവത്തിന് ഒരു കർക്കശഭാവവും ഉണ്ട്, ഒരു വാത്സല്യഭാവവും ഉണ്ടാവും. കാരണം നമ്മുടെ മാതാപിതാക്കന്മാർ ഇത് രണ്ടും നമ്മളോട് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഓരോ ഭാവങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ്. ഇവിടെ പിതൃഭാവം നടുക്കൊരു വര വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. രണ്ട് രീതിയിൽ. നർച്ചറിങ് പേരൻ്റ് എന്ന് പറഞ്ഞാൽ വാത്സല്യമായിട്ടുള്ള പ്രകടനങ്ങൾ, നമുക്ക് സ്നേഹം തരുന്ന പിതൃഭാവം, അതാണ് വാത്സല്യഭാവം. നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ഭാവമുണ്ട് പിതൃഭാവത്തിന്, അതാണ് കർക്കശ പിതൃഭാവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈൽഡിനും ഉണ്ട് പാസ്റ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഭൂതകാലത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് ശിശുഭാവത്തിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രകടനങ്ങൾ കാണാം.
വാത്സല്യ പിതൃഭാവം പോലെ ഒരു സ്വതന്ത്ര ശിശുഭാവമുണ്ട്, നമ്മുടെ തനി സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നത്. അതേപോലെ നമ്മളെ നിയന്ത്രിച്ചപ്പം നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊണ്ട് പഠിച്ച സമൂഹത്തിലേക്ക് അഡാപ്റ്റ് ചെയ്ത ചില സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ കാണിക്കുന്നതാണ് അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുസരണക്കുട്ടി എന്ന് പറയുന്നത്. ചിലപ്പോൾ ചിലരെ അനുസരിക്കാൻ പഠിക്കുന്നതിന് പകരം പിതൃഭാവത്തിനോട് എതിർക്കാനായിരിക്കും പഠിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർ വഴക്കാളിന്നോ ചട്ടമ്പിന്നോ ഒക്കെ നമ്മൾ പറയും. അപ്പം 2 രീതിയിൽ ശിശുഭാവം പ്രകടിപ്പിക്കപ്പെടും: തനി നമ്മുടെ സ്വഭാവം, കണ്ടുപഠിച്ച സ്വഭാവം. എന്നാൽ പക്വഭാവത്തിന് അങ്ങനെ പല സ്വഭാവങ്ങളില്ല, കാരണം അതാത് സമയത്തെ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന വ്യക്തിഭാവമാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ വ്യക്തിഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാലും അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് പഠിക്കുകയാണ്. എറിക് ബേൺ പറയുന്ന 4 പ്രധാന മാർഗങ്ങളാണ് അതിനുള്ളതെന്നാണ്. അതിൽ ഒന്നാമത്തെ ഭാവം നമ്മുടെ പെരുമാറ്റമാണ്. നമ്മുടെ ശരീരം ആണത് കാണിക്കുന്നത്. മുഖത്തെ എക്സ്പ്രഷൻസും നമ്മളെങ്ങനെ ഇരിക്കുന്നു അതെല്ലാം പെരുമാറ്റമാണ്. അപ്പം പിതൃഭാവത്തിൻ്റെ തനതായ പെരുമാറ്റ രീതിയുണ്ട്, ശിശുഭാവത്തിൻ്റെ തനതായ പെരുമാറ്റ രീതിയുണ്ട്, പക്വഭാവത്തിനും തനതായ പെരുമാറ്റ രീതിയുണ്ട്. രണ്ടാമത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ സാഹചര്യപരമായ കാര്യങ്ങളാൽ നമുക്ക് തിരിച്ചറിയാം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ആന്തരികമായ പ്രക്രിയയാണ്, ഒരു പരിശീലനം വേണം. നമ്മളോടൊരാൾ ഇടപെടുമ്പം നമ്മുടെ ഉള്ളിൽ ശിശുഭാവമാണ് ഉണരുന്നത് എന്ന് തിരിച്ചറിയാൻ, അതാണ് ആന്തരിക പ്രക്രിയ എന്ന് പറഞ്ഞ്. അപ്പം നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ അനുസരിക്കും, അത് ശിശുഭാവമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കും, അത് ചട്ടമ്പിക്കുട്ടി ശിശുഭാവമായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് സോഷ്യലി നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാണ് എറിക് ബേൺ പറയുന്നത്. മൂന്നാമത് അദ്ദേഹം പറയുന്ന മാർഗം നമ്മുടെ ഹിസ്റ്ററി ഇവാലുവേറ്റ് ചെയ്യുന്നത് വഴിയാണ്. ഇത് സാധാരണ പറ്റുന്ന കാര്യമല്ല, ചികിത്സ സമയത്ത് മാത്രം ചികിത്സകൻ്റെ സഹായത്തോടെ നമുക്ക് പണ്ടുണ്ടായ അനുഭവങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നാലാമത് എറിക് ബേൺ പറയുന്ന മാർഗം ഫിനമനോളജിക്കൽ എന്ന് പറയും. അതായത് നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ചത് പുനരനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. ഇതും ചികിത്സയിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഈ വ്യക്തിഭാവങ്ങൾക്ക് തനത് സ്വഭാവങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ തനത് സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ഓരോ പെരുമാറ്റങ്ങളാണ്. ഇപ്പം മുഖഭാവങ്ങൾ, ശരീരചേഷ്ടകൾ, സ്വരത്തിൻ്റെ കയറ്റിറക്കങ്ങൾ, ഉപയോഗിക്കാവുന്ന പ്രത്യേകതരം വാക്കുകൾ, ഇവയെല്ലാം ചേർന്നാണ് ഒരാളുടെ പെരുമാറ്റം തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ശിശുഭാവത്തിൻ്റെ മുഖഭാവം പ്രത്യേകമാണ്, പിതൃഭാവം ഒരു ഗൗരവമുള്ള പ്രതിഭാവമായിരിക്കും. അതുപോലെ പക്വഭാവം പ്രത്യേകിച്ച് ഒരു വലിയ ഇമോഷണൽ എക്സ്പ്രഷൻസ് കാണിക്കാത്ത ഒരു ഭാവമായിരിക്കും. അതുപോലെ വാക്കുകൾ, നമ്മൾ മാതാപിതാക്കന്മാരെ ശ്രദ്ധിച്ചാൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഡിഫറെൻ്റാണ്, ശിശുക്കൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഡിഫറെൻ്റാണ്. ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞന്മാരെയൊക്കെ നോക്കി അവരുപയോഗിക്കുന്ന വാക്കുകൾ ഡിഫറെൻ്റാണ്. ഇങ്ങനെ നമുക്ക് പല ഭാവങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മറ്റുള്ളവരുടെ വ്യക്തിഭാവങ്ങൾ തിരിച്ചറിയുന്നതും ഈ മുൻപ് പറഞ്ഞ 4 രീതികളിൽ കൂടെ തന്നെയാണ്. ഒന്നാമത് അവരുടെ പെരുമാറ്റങ്ങളിൽ കൂടി, രണ്ടാമത് അവർ നമ്മളോട് ഇടപെടുമ്പം നമ്മളിൽ ഏത് വ്യക്തിഭാവം ഉണരുന്നു എന്നതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം അവരിൽ ഏത് വ്യക്തിഭാവമാണ് ഉണർന്നത് എന്ന്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്നോടൊരാൾ സംസാരിക്കുമ്പം എനിക്കൊരു ശിശുവിനെ പോലെയാണ് തോന്നുന്നതെങ്കിൽ, ഞാനൊരു കുഞ്ഞായ പോലെ തോന്നുകയാണെങ്കിൽ, എന്നോട് സംസാരിക്കുന്നയാൾ ഒരു പക്ഷേ പിതൃഭാവത്തിൽ നിന്നായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അയാളുടെ ശിശുഭാവത്തിൽ നിന്നായിരിക്കും വരുന്നത്. ഇങ്ങനെ നമുക്ക് അനുമാനിക്കാവുന്നതാണ്. പിന്നെ ചികിത്സയിൽ സ്വന്തം വ്യക്തിഭാവങ്ങൾ തിരിച്ചറിയുന്ന പോലെ തന്നെ ചികിത്സയിൽ വേറൊരാളുടെ വ്യക്തിഭാവങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിനോമിനോളജിക്കൽ മെത്തേഡ്സും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു ചെറിയ എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിഭാവം തിരിച്ചറിയാൻ ഒരു എക്സസൈസാണ്. ഈ ചിത്രം വരച്ചിട്ട്
നിങ്ങളുടെ പെരുമാറ്റങ്ങളെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നിങ്ങളെപ്പോഴൊക്കെയാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ പോലെ പെരുമാറിയത്, ആലോചിച്ച് പെരുമാറിയത്, അല്ലെങ്കിൽ കുട്ടിയായിരുന്നപ്പോഴത്തെ പോലെ പെരുമാറിയത്, അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ടിരുന്നത്, ഇതൊക്കെ ഓരോ വ്യക്തിഭാവങ്ങളുടെ പ്രകടനങ്ങളാണ്. അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കൊരു 100 മാർക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 100 മാർക്കിൽ 5 ഭാവങ്ങളിലും എത്ര വീതം ഇടും എന്ന് ചിന്തിച്ച് ഒരു മാർക്കിട്ട് വയ്ക്കുക. അപ്പോൾ ഏകദേശം നിങ്ങളൊരു കണ്ണാടി നോക്കുന്നത് പോലെ നിങ്ങളുടെ പെരുമാറ്റത്തെ വിലയിരുത്താനുള്ള ഒരു എക്സസൈസാണ്. അത് ചെയ്തു കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡിലേക്ക് വരാം. വളരെ സോഷ്യലി ഇഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പെരുമാറ്റ രീതികളുള്ള ഒരു വ്യക്തിയുടെ വ്യക്തിഭാവത്തിലെ എനർജി എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണിത്. ഒരു 15 മുതൽ 20% വരെ മാത്രമേ പിതൃഭാവത്തിൽ നിന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടാവുള്ളൂ. 30-35% പക്വഭാവത്തിൽ നിന്നായിരിക്കും. 50 മുതൽ 55% വരെ ശിശുഭാവത്തിൽ നിന്നുമായിരിക്കും. അപ്പം നിങ്ങൾക്കിട്ട മാർക്കുകൾ എടുത്ത് വെച്ച് നോക്കുക, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ എനർജി ചിലവാക്കുന്നത്, എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരുത്തേണ്ടതെന്ന് ആലോചിക്കാനുള്ള ഒരു സമയമാണിത്. താങ്ക് യു. നിങ്ങൾക്കിപ്പോൾ ഏകദേശം വ്യക്തിഭാവങ്ങൾ ഓരോന്നും എങ്ങനെ വികസിച്ചിരിക്കുന്നുവെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ഒരു രൂപം കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് പോയി കൂടുതൽ പഠിക്കാവുന്നതാണ്.